കല്യാണി വിളിച്ചേർത്തി അവളുടെ കയ്യിൽ ഞാൻ വീട്ടിലേക്ക് കൊടുത്തു വിട്ടോളാം. പ്ലീസ് അമ്മായി, പ്ലീസ്. അമ്മേ, ചാരു പറഞ്ഞില്ലേ കല്യാണിക്ക് കൊടുത്തിട്ടോളന്ന്, അതങ്ങ് തിരിച്ചു കൊടുക്കമ്മേ. ആണോ? മാറി. എന്റെ പെങ്ങളെ തൊട്ട മാറണോ? അയ്യോ ഗോവിന്ദ മാമ, അയ്യോ. കരയണ്ട മോളെ, ആ ഫോട്ടോ ആ റൂമിൽ നിന്ന് അവക്കെന്താ കുഴപ്പം? പാവം ചാരുമോളും നെഞ്ചുപൊട്ടി കരയ. ഹേമയുടെ മനസ്സ് എത്ര കല്ലായിട്ട് വേണം ആ ഫോട്ടോ എറിഞ്ഞുടയ്ക്കാൻ തോന്നിയത്. ഇവിടെ പോലും ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ പാപമെല്ലാം അവൾ എവിടെ കൊണ്ട് കളയും? ചാരുമോളുടെ ദേഷ്യം ഹേമയ്ക്ക് ഇന്നും ഒന്നില്ലേ തുടങ്ങിയല്ലോ. എന്തിനാ ഗോവിന്ദ ചാരുമോളെ ഹേമ എങ്ങനെ വെറുക്കുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? ചാരുമോളുടെ അമ്മ മരിച്ചപ്പോ അവളെ ഞാൻ ഇവിടെ എന്റെ മക്കളുടെ കൂടെ കൊണ്ടു നിർത്തി. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഹേമയ്ക്ക് ഉണ്ടായിരുന്നല്ലോ 2 പെൺകുട്ടികള്. അവർക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ? ഗോവിന്ദ, ഹേമ ഒരൊറ്റയാൾ വിചാരിച്ചാൽ മതി, ഈ വീട് സ്വർഗമായിട്ട് മാറും. എത്രയോ തവണ ഞാനത് ഹേമയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. അവളൊന്നും കേട്ടില്ല. ചാരുമോളുമായിട്ടുള്ള അരവിന്ദനെ കല്യാണം ആലോചിച്ചപ്പോ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഹേമ സമ്മതം മുളിയപ്പോ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. പക്ഷെ അവളുടെ ഉള്ളിൽ ചതിയാണെന്ന് നമ്മളിപ്പോഴല്ലേ അറിഞ്ഞത്. ഹേമയ്ക്കത് നിസ്സാരമായൊരു ഫോട്ടോ മാത്ര. പക്ഷെ പൊട്ടിത്തകർന്നത് ചാരുമുള്ള മനസ്സാ. അവളെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഗോവിന്ദ? നമ്മളൊക്കെ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും അവളിയെന്ന് പറയുന്നത് ആ ഫോട്ടോയ്ക്ക് മുന്നിലാ. ഇപ്പൊ അവളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊന്നും നമ്മൾ ആരോടും അവൾ പറയില്ല ഗോവിന്ദ. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ അവൾ ആകാശനോടെങ്കിലും പറഞ്ഞേനെ. ഇനി അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ ആരുടെ മുന്നിൽ ചെന്ന് പറയും? ഹേമയെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? ഒന്നോർത്ത എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകളാ. ബാല, ബാല എന്തൊക്കെയാ പറയുന്നത്? ബാല എന്ത് തെറ്റാ ചെയ്തേ?
അവളുടെ അമ്മ മരിച്ചപ്പോ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയതാ ആദ്യം ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പൊ അവളുടെ സമ്മതമില്ലാതെ ആകാശനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റല്ലേ ഗോവിന്ദ? അതിന്റെ കഷ്ടതകൾ മുഴുവൻ അനുഭവിക്കുന്നത് ചാരുമോളും. ആകാശവാനും ചാരുമോളും ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. ഒരു കുഞ്ഞൊക്കെ ആകുമ്പോ ഹേമയുടെ ഈ ദേഷ്യമൊക്കെ മാറും ബാല. ഹേമ എനിക്ക് 10-34 വർഷമായിട്ട് അറിയാവുന്നതല്ലേ. അവക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേമ ചാരുമോൾ ഇത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും ചാരുമോക്ക് ഹേമ ഇപ്പോഴും വലിയ ഇഷ്ടാ. അവളെപ്പോലൊരു പെൺകുട്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാവുമോ?